ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഏതറൂട്ടൻ്റെ പൂജയാണ്. ആൾ നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരു 2 months ആയിട്ടുണ്ട്. പക്ഷേ ആളുടെ പൂജ ഇന്നാണ് ചെയ്യുന്നത് കേട്ടോ. ആൾ രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനൊക്കെ ആക്കി കുട്ടൻ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. ആൻഡ് ഞാൻ നടന്നാണ് പോകുന്നത്. ആക്ച്വലി നമുക്ക് റോട്ടിൽ കൂടെ വണ്ടി കുറച്ചൊന്ന് ചുറ്റി വളഞ്ഞ് വേണം വരാൻ. അപ്പോൾ ആൾ അതിൽ പോകുമ്പോഴേക്ക് ഞാനിതിൽ റോട്ടിലേക്ക് എത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കറക്റ്റ് വണ്ടി അങ്ങനെ കൊണ്ടുപോകാൻ കണ്ടില്ലേ, ആ ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ പറ്റില്ല. അപ്പോൾ ചുറ്റി വളഞ്ഞ് പോകണം. അപ്പം ഞാൻ റോഡിൽ എത്തിയിട്ടുണ്ട്. കുട്ടനെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് കുട്ടൻ വന്നു. ആൻഡ് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇതാ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പോയിട്ട് പൂജയ്ക്ക് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ കുട്ടിച്ചാത്തൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അതാണ് ആ ഒരു സൈഡിൽ കാണുന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലം. അമ്പലത്തിലെത്തി നമ്മളിതാ ഷീട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴാൻ വേണ്ടി കയറിയിട്ടുള്ളതാണ്. അമ്പലത്തിൻ്റെ ചുറ്റുള്ള ഭാഗമാണ്, ചുറ്റമ്പലമാണ് നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണേ. ആൻഡ് അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞു. നമുക്ക് അവിടെ നിന്ന് പായസം ഉണ്ടായിരുന്നു. ഡെയിലി ഉണ്ട് കേട്ടോ പായസം. അങ്ങനെ നമ്മൾ പായസമൊക്കെ വാങ്ങിച്ചു. നമ്മളിപ്പോൾ നമ്മുടെ തിരുമേനീനെ വെയിറ്റ് ചെയ്യാണ്. ആൾക്ക് പൂജയുള്ളത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിന്ന് അവസാനം നമ്മൾ ആൽത്തറയിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആൾ നമ്മൾ വിചാരിച്ചതിലും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു ഇല കിട്ടിയതൊക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ. എന്താ നമ്മുടെ തിരുമേനി വന്നിട്ടുണ്ട്. പൂജ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ പൂജ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി നമ്മൾ രണ്ടുപേരും ഓഫീസിൽ പോകണമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ പൂജ നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ലീവ് എടുത്തു കേട്ടോ. ആൻഡ് ഇപ്പോൾ ഇന്ന് നമ്മൾ ലീവ് എടുക്കേണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് സാറ്റർഡേ സൺഡേ ഓൾമോസ്റ്റ് ലീവാണല്ലോ, പെരുന്നാളിൻ്റെ ലീവ്. ആൻഡ് നമുക്ക് സൺഡേ ലീവാണ്. അപ്പോൾ ഒരുമിച്ച് 3 ദിവസം വേണ്ടാന്നുള്ളത് വിചാരിച്ചിട്ടായിരുന്നു. എന്താ നമുക്ക് തേങ്ങയൊക്കെ ഉടച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രസാദം കിട്ടി. നമ്മളിതാ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളുടെ അടുത്ത് ഒരു മുറി തേങ്ങ എടുക്കാൻ പറഞ്ഞു. ഇതാ പൂജയ്ക്ക് കഴിഞ്ഞ് നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ. അങ്ങനെ നമ്മളിതാ പോവാണ്. അപ്പോൾ ലീവ് എടുത്ത സ്ഥിതിക്ക് നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യാം.